പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 276 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ നിക്കോളാസിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ പഫ്ലോഷ്യസിനെ കുറിച്ചാണ്. വിശുദ്ധ പഫ്ലോഷ്യസിന്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് യാതൊരു രേഖകളും നിലവിലില്ല. എന്നാൽ അറിവായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്റെ കാലഘട്ടത്തിലെ മറ്റനേകം യുവാക്കളെപ്പോലെ പഫ്ലോഷ്യസും ഒരു സന്യാസ സമൂഹത്തെ നയിക്കുകയും ആശ്രമ ജീവിത സമ്പ്രദായത്തിന് തുടക്കമിടുകയും ചെയ്ത ഒരാളാണ്. വിശുദ്ധ അന്തോനീസിന്റെ മേൽനോട്ടത്തിൽ നിരവധി വർഷങ്ങൾ കർക്കശമായ സന്യാസചര്യകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചതിനു ശേഷം കാലക്രമേണ പഫ്ലോഷ്യസ് ഒരു ബൈഡന്റെ ഉന്നത പ്രദേശങ്ങളിൽ മെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 305-313 കാലയളവിൽ റോമൻ സാമ്രാജ്യത്തിൽ ഈജിപ്തിലെയും സിറിയയിലെയും ഭരണാധികാരിയായിരുന്ന മാക്സിമിനൂസ് ദയയും വിശുദ്ധനും തമ്മിൽ ശക്തമായ വാഗ്വാദങ്ങളുണ്ടായി. ആ പ്രദേശങ്ങളിൽ മാക്സിമിനൂസ് ക്രിസ്ത്യാനികൾക്കെതിരെ മതമർദ്ദനം അഴിച്ചുവിട്ടു. ക്രിസ്തുമതത്തെ ഇല്ലാതാക്കുവാൻ വിജാതീയരുടെ പ്രവൃത്തികളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ക്രൂരനായ ഭരണാധികാരിയുടെ ഭരണത്തിന്റെ കീഴിൽ പഫ്ലോഷ്യസിന്റെ കത്തോലിക്ക വിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഈ ശ്രമങ്ങളിൽ വിശുദ്ധനെ ഇടതുകാലിനെ അംഗഭംഗം വരികയും വലത് കണ്ണ് ചൂഴി നിൽക്കുകയും ചെയ്തെങ്കിലും അവരുടെ ശ്രമങ്ങൾക്ക് വിജയം കണ്ടില്ല. ക്രൂരമായ ഈ പീഡനങ്ങൾ കൊണ്ട് വിശുദ്ധന്റെ വിശ്വാസത്തെ തടയുവാൻ സാധ്യമല്ല എന്ന് കണ്ടതിനാൽ ഖനികളിൽ കഠിനമായ ജോലി ചെയ്യുവാൻ അദ്ദേഹത്തെ നിയോഗിക്കുകയാണ് ഉണ്ടായത്. 311-313 ഇടയ്ക്ക് ക്രിസ്തുമതത്തിൽ നേരെയുള്ള ഭരണാധികാരികളുടെ മനോഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങി. 312 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും അടുത്ത വർഷം തന്നെ ക്രിസ്തുമതം നിയമവിധേയമാക്കുകയും ചെയ്തു. ഇതിനിടയിൽ മാക്സിമിനിയൂസ് മരണപ്പെട്ടു. മതപീഡനത്തെ അതിജീവിച്ച വിശുദ്ധ പഫ്ലോഷ്യസിനെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വളരെയേറെ ആദരവോടെയാണ് കണ്ടിരുന്നത്. തെബേഡിന്റെ ഉന്നത പ്രദേശങ്ങളിലെ മെത്രാനായിരുന്ന പഫ്ലോഷ്യസുമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിരന്തരം കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. വിശുദ്ധന്റെ കണ്ണ് നഷ്ടപ്പെട്ട മുറിവിൽ ചുംബിച്ചുകൊണ്ടായിരുന്നു ചക്രവർത്തി തന്റെ ബഹുമാനം കാണിച്ചത്. അരിയാനിസം എന്ന പാഷണ്ഡതയെ എതിർക്കുവാനായി വിളിച്ചുകൂട്ടിയ ആദ്യത്തെ സഭാ സമ്മേളനത്തിലും വിശുദ്ധൻ പങ്കെടുത്തിട്ടുണ്ട്. നിസ്യ സഭാ സമ്മേളനത്തിന് ശേഷം ഉടലെടുത്ത സൈദ്ധാന്തികമായ ആശയക്കുഴപ്പങ്ങളിൽ യേശുവിനെ എന്നേക്കും നിലനിൽക്കുന്ന അസ്തിത്വത്തെ വിശുദ്ധൻ ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്താനിയൂസിന്റെയും മറ്റ് സഭാ നേതാക്കളെയും ഒപ്പം നിന്നുകൊണ്ട് യാഥാസ്ഥിക ക്രിസ്ത്യനെ സംരക്ഷിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. 335 പഫ്ലോഷ്യസ് ഈജിപ്തിലെ ഒരു വലിയ മെത്രാൻ സമൂഹത്തോടൊപ്പം ടൈറിലെ പ്രാദേശിക സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. വിശുദ്ധ പഫ്ലോഷ്യസ് ജനിച്ച ദിവസത്തെ പോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ട ദിവസത്തെക്കുറിച്ചും യാതൊരു അറിവുമില്ല. സഭയിൽ വിശുദ്ധന്റെ നാമത്തിൽ മറ്റൊരു വിശുദ്ധൻ കൂടിയുണ്ട്. ഏപ്രിൽ 19 രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കൽ കൊണ്ടാടപ്പെടുന്നു. പഫ്ലോഷ്യസ് എന്ന രക്തസാക്ഷിയാണ് ആ വിശുദ്ധൻ. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. വിതയ്ക്കുന്നതെല്ലാം അപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ കൊയ്യണമെന്നുള്ളത് എപ്പോഴും പ്രായോഗികമാകണമെന്നില്ല. ചിലതിനെ കാലങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. കാണാമറയത്ത് നോക്കേണ്ടി വരും. ഒരു വശത്തു നിന്നും മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒട്ടേറെ ജീവിതങ്ങളുണ്ട്. തൊലി വരണ്ട മരങ്ങളുടെയും ശോഷിച്ച ചെടികളുടെയും മറുവശത്ത് ഒരു പുഷ്പം പോലുമില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാനാകും? ഒന്ന് ചുറ്റും നോക്കിയിരുന്നെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറു പുഷ്പങ്ങൾ പോലും കണ്ടെത്തിയാനേ. എന്നും കൂടെ ഉണ്ടായിട്ടും എല്ലാം കാണാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല എന്നതാണ് ബന്ധങ്ങളുടെ പരാജയ കാരണം. ഏവർക്കും നന്ദി.